ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്യാൻ വൈകിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കണ്ണൂർ പറശ്ശിനിക്കടവുള്ള വിസ്മയ വാട്ടർ തീം പാർക്കിലേക്ക് ചെറിയൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിന്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1 hour ഇല്ല, ഒരു 3/4 മണിക്കൂറിൻ്റെ ഓട്ടേ നമുക്ക് വീട്ടിൽ നിന്നുള്ളൂ. അപ്പോൾ കുട്ടികളങ്ങനെ ചെറിയാക്കിയപ്പോൾ നമ്മൾ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസം മൊത്തമായിട്ട് എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ക്ലോസിങ് ടൈം. ആ ടൈമിലേക്ക് ഇറങ്ങിയാൽ മതി. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നെല്ലാം ഒരുപാട് കുട്ടികൾ വരുന്നതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിന്. നമ്മൾ പോകുന്നതെന്ന് 3500 സ്കൂൾ കുട്ടികളായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് അവിടുത്തെ വാച്ച്മാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് റൈഡ്സിലും കാര്യങ്ങളിലെല്ലാം നല്ല ക്യൂ ഉണ്ടാവും, നല്ല റഷ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയിന്. പിന്നെ അവിടെ പോയാൽ മെയിനായിട്ട് എന്തായാലും ഒരു ഡേ ഫുള്ളായിട്ട് ഉണ്ടല്ലോ എന്നുള്ളതിലാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ടോക്കനെല്ലാം നമ്മളെ പാസ് ഉണ്ട്, അവിടെ എൻട്രി പാസ് ഉണ്ട്, അതെല്ലാം എടുത്ത് പിന്നെ ഡ്രസ്സ് ചേഞ്ചിങ് റൂമുണ്ട്, അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് എല്ലാം ചെയ്ത് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ കുറിച്ചെടുക്കാമല്ലോ, വെള്ളത്തിൽ ഇറങ്ങുന്ന ടൈമിൽ ഫോൺ മാറ്റി വെക്കുക, അത്ര വരെ വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളതിൽ ഫോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുട്ടികളെ ഫോട്ടോ എല്ലാം എടുത്ത് പുറത്തുനിന്ന് പിന്നെ നെക്സ്റ്റ് ഓരോ റൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാന്ന്. അപ്പോഴത്തേക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാ നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും കൂക്കുന്നു, കരയുന്നു, ഒച്ചപ്പാട്, നല്ല നല്ല രസമുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മളൊരു ഫിഷ് റെയിൽ ഉണ്ടായിന്, അതിൽ കയറിയിട്ട് അങ്ങനെ പോക്കാന്ന്. ഫിഷ് റെയിൽ നല്ല അടിപൊളിയായിരുന്നു. പൂളിൻ്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. പൂൾ ഓപ്പൺ ആവണമെങ്കിൽ 3 മണി ആവണമെന്ന് പറഞ്ഞ്. അപ്പോൾ നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ പോയത് ഒരു 3D എഫക്റ്റ് കിട്ടുന്നൊരു ചെറിയ റൂമിലാണ്. ഇതേപോലെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറിച്ച് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ താൻ ഇറങ്ങിയിട്ട് അങ്ങ് കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സീനായിരുന്നു. ഒരു ഗ്ലാസിൻ്റെ റൂമേനോ അതിലേക്കൂടി പോയാൽ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം പോയി ഭയങ്കര ഒച്ചപ്പാടേനും. അതെല്ലാം കഴിഞ്ഞ് ഇതാ നെക്സ്റ്റ് വന്നത് ഒരു 3Dൻ്റെ ഒരു വിഷ്വൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ശരിക്കും ട്രെയിനിൽ പോകുന്ന പോലെ തന്നെ ഉണ്ട്, നല്ലൊരു ഫീൽ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഈ ഒരു റൈഡിലാണ് കയറാൻ വന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ തലകറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാക്കേണ്ട റൈഡിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ മക്കൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അവർ സേഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് ചില റൈഡ്സിൽ അവർക്ക് അലൗ അല്ല. അപ്പോൾ അവരെ ചെറിയ ചെറിയ റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറ്റാൻ പറ്റും. കുറച്ച് വലിയതായിട്ട് കുറച്ച് ഇതുള്ള റൈഡിലൊന്നും അവരെ കയറ്റുന്നില്ല, ഹൈറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കയറ്റുന്നുള്ളൂ. നെക്സ്റ്റ് ഇതാ അവർ ഇതിലാണ് കയറി. അവർക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. നല്ല ഇങ്ങനെ ഹൈറ്റിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇതാണ്. പാത്തോനെ പേടിയുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഓള് നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിന്, നന്നായിട്ട് എൻജോയ് ചെയ്ത്. നമുക്ക് ഓളെ കൂട്ടി പോകുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിട്ടുണ്ടായിന്, ഓളെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യാൻ പറ്റുമോ. പൊതുവേ ഒക്കെ എല്ലാം പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതേപോലെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയിന്. പക്ഷെ ഓളെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. ഇതിലെല്ലാം കയറിയിട്ടുണ്ടായിന്. പിന്നെ ഇങ്ങനത്തെ എല്ലാം ചെറിയ കുട്ടികളെ മാത്രം 5 വയസ്സ് 6 വയസ്സ് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെ മാത്രമേ കയറ്റുന്നുള്ളൂ.
അപ്പോൾ അതാ നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോയാൽ വേറൊരു ട്രെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട് നിർത്തി കുട്ടികളെ കുറേ റൈഡ്സ് എല്ലാം ഉണ്ട് എന്നിട്ട് അങ്ങനെ ട്രെയിൻ കണ്ടിങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കറങ്ങുന്ന പ്രതിമയും കാര്യങ്ങളെല്ലാം ഉണ്ട്, വേറെ കുറേ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിലും എല്ലാം കുട്ടികൾ പരമാവധി ഇരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ഹൊറർ കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവാണ്. ആ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൊററായിട്ടുള്ള കുറേ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡാർക്കായിട്ടുള്ളൊരു കേവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് തിരിച്ചിറങ്ങണോ അങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണെന്നുള്ളത്. എന്തെല്ലോ സൗണ്ടും എന്തെല്ലോ ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരുന്ന പോലെയും എന്തോ ഒരു ഫീൽ ചെയ്യുന്നു. പക്ഷെ മക്കളൊന്നും പേടിച്ചിട്ടുണ്ടായിട്ടില്ല, അവരെല്ലാം ജസ്റ്റ് ഫണ്ണായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിന്. പക്ഷെ നമുക്കെല്ലാം ഒരു ചെറിയൊരു എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ ഉണ്ടായിന്. പിന്നെ അത് കടന്ന് നിർത്തി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ട്രെയിൻ നമ്മൾ മേലേന്ന് കണ്ട ആ ട്രെയിനിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാന്ന്. ഇനിയിപ്പോൾ ഇതായി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞ മേലോട്ടേക്ക് ഒരു ഹെലിക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി റൈഡുണ്ട്, പുതുതായിട്ട് വന്നതാണ്, അവിടെ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്നത്. അതിലിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടേനും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്, നല്ല ബിരിയാണിയെല്ലാം കഴിച്ചിട്ട്. പിന്നെ അതൊന്നും ഫോണിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ പാടന്നെ അവിടെ ഒരു ചെറിയ കടയുണ്ട്, അവിടുന്ന് മാംഗോ ബാറും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് മേലേൽ ഹെലിക്കൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെറിയ മക്കൾക്ക് എൻട്രി ഇല്ല, നമ്മൾ വലിയ ആൾക്കാർക്കും മൂത്ത മോനും നമ്മൾ മൂന്നാളൊക്കെ കയറിയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് അതാണ്. അങ്ങനെ അവിടുന്ന് പോയിട്ട് പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ വാട്ടർ പൂളിൻ്റെ അടുത്തേക്കാണ് അവിടുന്ന് നേരെ പോകേണ്ടത്. അവിടത്തേക്കായപ്പോൾ പിന്നെ ഫോണെല്ലാം മാറ്റി വെച്ച് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ജസ്റ്റ് ഫുഡും കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.